പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് ഹൈക്കമ്മീഷനിൽ ആഘോഷം എന്ന് സൂചന. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി ജോലിക്കാരനെത്തുന്നു. എന്തിനാണ് ആഘോഷം എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പക്ഷേ ഇയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് ഹൈക്കമ്മീഷനിൽ നടന്ന ആഘോഷത്തിന്റെ ഭാഗമാണോ കേക്ക് എന്ന സംശയമാണ് ഉയർന്നത്. അതേസമയം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധവും തുടരുകയാണ്. അങ്ങേയറ്റം അമർഷത്തോടുകൂടി പാകിസ്ഥാൻ മുർദാബാദ് മുഴക്കി നൂറുകണക്കിന് പേരാണ് എംബസിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെ ഇന്നലെ അർദ്ധരാത്രി പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ വിളിച്ചു വരുത്തിയിരുന്നു. പാക് പൗരന്മാർക്ക് രാജ്യം വിടാൻ 48 മണിക്കൂർ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. തീരുമാനം പ്രാബല്യത്തിലായതോടുകൂടി പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. സാർക്ക് ഉച്ചകോടി പ്രകാരം വിസ ലഭിച്ചവർക്ക് അഡാരി അതിർത്തി വഴി മടങ്ങാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലും പരിഭ്രാന്തി തുടരുകയാണ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിൽ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തുന്നു. ഏപ്രിൽ 24, 25 തീയതികളിൽ കറാച്ചി തീരത്ത് കരയിൽ നിന്ന് കരയിലേക്ക് തന്നെ വിക്ഷേപിക്കാവുന്ന മിസൈൽ പരീക്ഷണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. ഇത് പാകിസ്ഥാൻ നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഏജൻസികൾ എല്ലാ സംഭവ വികാസങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് പ്രതിരോധ വൃത്തങ്ങളിൽ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANIയും റിപ്പോർട്ട് ചെയ്യുന്നു. ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ ആക്രമണം നടത്തി 27 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലായത്. 27 മുതൽ 29 വരെ ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഇന്ന് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൺ ഹിൽ സ്റ്റേഷനിൽ സൈനിക വേഷത്തിൽ മലയിറങ്ങി വന്ന 4 ഭീകരർ വിനോദസഞ്ചാരികൾക്കു നേരെ തുരുതുരെ വെടിയുതിർക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ നാവികസേന ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വദേശികളായ ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബൂ തുൽഹ എന്നിവരെ അക്രമം നടത്തിയ ഉടനെ തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ കാശ്മീർ ഭീകരാക്രമണത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് ചർച്ചയാകുകയാണ്. BBC, ദി ഗാർഡിയൻ, അൽ ജസീറ, ദി ന്യൂയോർക്ക് ടൈംസ്, CNN, ഫ്രാൻസ് 24, റോയിട്ടേഴ്സ് തുടങ്ങിയ പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഈ ഭീകരതയെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന ചർച്ചയാണ് ഇന്ത്യയിൽ ഉയരുന്നത്. പഹൽഗാമിലെ ആക്രമണം നടത്തിയ ഭീകരരെ ഗൺമെൻ, മിലിറ്റന്റ് എന്നിങ്ങനെയൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിളിച്ചത്. പോരാളികളെന്നും തോക്കുധാരികളെന്നും വിളിച്ച് ഭീകര പ്രവർത്തനത്തെ മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇന്ത്യക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു. ഭീകരതയ്ക്കെതിരായി ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നു എന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ആക്രമണത്തെ ചൈനയും ശക്തമായി അപലപിച്ചു. ഭീകരതയെ ശക്തമായി എതിർക്കുന്നതായും ചൈന വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നതായി ഇസ്രായേലും അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഇന്ത്യയിലെ ഭീകരാക്രമണത്തിൽ അതീവ ദുഃഖിതയാണ് എന്ന് പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റും ആക്രമണത്തെ ഭീകരാക്രമണം എന്ന് തന്നെയാണ് വിളിച്ചത്. ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ എന്നിവരും ഭീകരാക്രമണത്തിലും അതുപോലെ 29 നിരപരാധികൾ കൊല്ലപ്പെട്ടതിലും അനുശോചനം അറിയിച്ചു. രാജ്യത്തലവന്മാർ ഭീകരാക്രമണത്തെ ശക്തമായ രൂപത്തിൽ എതിർക്കുമ്പോഴും അവയെ തുറന്നു കാണിക്കുമ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ അത് മറക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഉയർന്നത്. ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ സസ്പെക്റ്റഡ് മിലിറ്റൻസ് എന്നാണ് പഹൽഗാം ഭീകരരെ വിളിച്ചത്. എന്തുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അക്രമകാരികളെ തീവ്രവാദികൾ എന്ന് വിളിക്കാത്തത് എന്ന ചോദ്യമാണ് ഉയർന്നത്. രാഷ്ട്രീയമാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള ഉത്തരമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേലിൽ ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ എല്ലാ US മാധ്യമങ്ങളും ഭീകരാക്രമണം എന്ന് തന്നെയാണ് അതിനെ വിളിച്ചത്. ഇസ്രയേൽ അനുകൂലമായിട്ടാണ് ഇതിന് കാരണം. എന്നാൽ ഇതേ കാര്യം തന്നെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഭീകരാക്രമണം എന്ന് പറയാൻ ഇവർ മടിക്കുന്നു എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ സന്തോഷം പങ്കുവച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചെയ്ത 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. മധ്യപ്രദേശിലെ ദാമോ ജില്ലാ സ്വദേശിയായ വസീം ഖാനും തൻവീർ ഖുറേഷി എന്ന ആളുമാണ് പിടിയിലായത്. തൻവീർ തൊഴിൽ രഹിതനാണ്. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക വാർത്താ ചാനൽ ജീവനക്കാരനാണ് വസീം. പഹൽഗാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിൽ സന്തോഷം പങ്കുവയ്ക്കുകയും
വർഗീയ കലാപം നടത്താൻ ശ്രമിക്കുകയുമായിരുന്നു ഇവർ. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ട പലരും വിവരം സൈബർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഇവർക്കെതിരെ സംസ്ഥാന ദാമോഹ് കോട്വാലി പോലീസ് സ്റ്റേഷനിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. BNS സെക്ഷൻ 353/2 196-299-3/5 ഇത് പ്രകാരം മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിനും മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നതിനും മതവികാരം വ്രണപ്പെടുത്തുന്നതുമായിട്ടുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് കേസ്. ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയും അജിത് ഡോവലും ഒരു പ്രത്യേകമായിട്ടുള്ള ആംഗിളിലൂടെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ കനത്ത തിരിച്ചടി നൽകാൻ സേനകൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ സുരക്ഷാ കേന്ദ്രങ്ങൾക്കായിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ബുധനാഴ്ച യോഗം ചേർന്ന് വിലയിരുത്തി. പാകിസ്ഥാന് പങ്കുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. എന്നാൽ ആക്രമണത്തിൽ പങ്കില്ല എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യ തള്ളി. ബുധനാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവർ പങ്കെടുത്തു. ആക്രമണത്തിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. 6 വർഷം മുമ്പ് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 4 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ വ്യോമാക്രമണത്തിൽ തകർത്തതുകൊണ്ടാണ് അന്ന് ഇന്ത്യ തിരിച്ചടിച്ചത്. അന്ന് ആദ്യമായിട്ടാണ് ഒരു ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അതിർത്തി കടന്ന ആക്രമണത്തിലേക്ക് തിരിയുന്നത്. തന്നെയുമല്ല, ഇത് നടന്ന 6 മാസത്തിനുള്ളിൽ ആർട്ടിക്കിൾ 370 കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്തു. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ അതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇരകളെ മത അടിസ്ഥാനത്തിൽ വിഭജിച്ചു മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നതിന്റെ പ്രകോപനം വളരെ വലുതാണ്. പുൽവാമയാണ് മാതൃകയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം. ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ടാണ് ആക്രമിക്കുക. അതാണ് തുറന്ന യുദ്ധത്തെക്കാൾ ദേശസുരക്ഷയ്ക്ക് ഗുണം ചെയ്യുക. ഇതാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പാകിസ്ഥാൻ നയം. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറായ പാകിസ്ഥാൻ പൗരൻ സൈഫുള്ള ഖുസൂരിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി കടന്നുള്ള നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഭീകരനാണ് ഖാലിദ് എന്നറിയപ്പെടുന്ന ഖസൂരി. ലഷ്കറി ബന്ധമുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ നേതാവ് ആസിഫാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് കരുതുന്നു. പാക് അധീന കാശ്മീർ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള ഖസൂരിക്ക് ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്ന സംഘടനയും അതുപോലെ പാകിസ്ഥാനിലെ ഹഫീസ് സെയ്ദുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ വിവരം. പെഷവാറിലെ ലഷ്കർ ആസ്ഥാനമായിട്ടുള്ള നേതാവായും ജമാഅത്തു ദഅവയുടെ ഏകോപന സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2017 JUDയുടെ രാഷ്ട്രീയ തലവനായിട്ടുള്ള മില്ലി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഖസൂരി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 2008 ലഷ്കറിന്റെ അപര സംഘടനയായി പ്രഖ്യാപിച്ച് UN JDUവിനെ നിരോധിക്കുകയും ചെയ്തിരുന്നു. അതിർത്തികളിൽ നുഴഞ്ഞു കയറാനും ജമ്മു കാശ്മീരിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഭീകരർക്ക് സഹായം എത്തിക്കാനും മേൽനോട്ടം വഹിക്കുന്നത് ഖസൂരിയാണ്. ഇയാളെ വെറുതെ വിടില്ല എന്ന തീരുമാനം ഇന്ത്യ എടുത്തിട്ടുണ്ട്. 26 നിരപരാധികളുടെ ജീവനെടുത്ത് ആക്രമണം നടത്തിയ ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട സുരക്ഷാ സേന അന്വേഷണം വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ഭീകരരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ഇതിൽ ആസിഫ് ഫൂജി, സുലൈമാൻ ഷാബു തൊൽഹ എന്നീ ഭീകരന്മാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമുള്ളവരാണ് എന്നാണ് വിവരം. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കാശ്മീരിലുള്ള 2 പേർ ഉൾപ്പെടെ 6 ഭീകരന്മാരാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ 2 പേർ വിദേശികളാണെന്നും സംശയിക്കുന്നു. സ്ഥലത്ത് നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഭീകര പ്രവർത്തനത്തിന് വേണ്ടി എത്തിയ വാഹനമാണ് എന്നാണ് റിപ്പോർട്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഇന്നലെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം പഹൽഗാമിൽ നടക്കുന്നത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസരണിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി എത്തിയ ആളുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കാൽനടയായും കുതിരപ്പുറത്തും മാത്രം എത്താൻ സാധിക്കുന്ന ഹിൽ സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം മേഖലയിലെ ബൈസരൺ. വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർത്ത ഭീകരരിൽ ഒരാളുടെ ചിത്രം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നന്ദി.